നാഷണൽ കോൺഗ്രസിന് നിയമസഭയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ വാങ്ങിച്ചെടുത്ത തെരഞ്ഞെടുപ്പാണ്. ഏറ്റവും കൂടുതൽ സീറ്റുകൾ ചരിത്രത്തിൽ 62 ഉള്ളു. 2001 60 സീറ്റ് അല്ലേ? 77 38 സീറ്റുകൾ. 2011 ജയിച്ചപ്പോൾ 38 സീറ്റുകൾ. ഏറ്റവും കൂടുതൽ സീറ്റുകൾ കോൺഗ്രസ് കേരള ചരിത്രത്തിൽ, രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയ. അതിൽ മാത്രമേ എന്റെ ചെറിയ കണക്ക് തെറ്റിയുള്ളൂ. 1 ഡസൻ മന്ത്രിമാർ തോക്കുമെന്ന് പറഞ്ഞിട്ട് അതിൽ കൂടുതൽ മന്ത്രിമാർ തോക്കും. ചെറുതായിട്ട് എന്റെ കണക്ക് തെറ്റി. ഞാൻ 100-ലധികം സീറ്റ് എന്ന് പറഞ്ഞപ്പോ എന്നെ ഒരുപാട് പേര് പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു കണക്ക് പറഞ്ഞത് ഞങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ, നിങ്ങൾ കണ്ട പ്രവർത്തനങ്ങൾ, അത് കൂടാതെ ഞങ്ങൾ വളരെ നിശബ്ദമായി നടത്തിയ ഒരു പ്രവർത്തനങ്ങളുണ്ടായി. 2001 ഞങ്ങൾ ഈ ചുമതല ഏറ്റെടുത്തപ്പോൾ ഞങ്ങൾ പൊളിറ്റിക്കൽ അനാലിസിസ് നടത്തി. 2001 കിട്ടിയ ഉജ്ജ്വലമായ വിജയം പിന്നെ 2004 പോലും ഇല്ല. 2011 ജയിച്ചെങ്കിലും 72 സീറ്റോടുകൂടിയാണ് ജയിച്ചത്. UDFന്റെ ഭാഗത്തുണ്ടായിരുന്ന ഒരുപാട് ശക്തികൾ, ഒരുപാട് ഗ്രൂപ്പുകൾ, സോഷ്യൽ ഗ്രൂപ്പുകൾ UDFനെ വിട്ടുപോയി. ഞങ്ങൾ വളരെ നിശബ്ദമായി നടത്തിയ പ്രവർത്തനത്തിലൂടെ അവരെ എല്ലാവരെയും ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നു. കുറച്ചുപേരും കൂടി ഉണ്ട്, മുഴുവനായില്ല, ഒരു 90% ആയില്ല. ഞാൻ 100 ടാർഗറ്റ് ചെയ്തിട്ട് 90 ആയില്ല, കുറച്ചുപേരും കൂടി ഉണ്ട്. അവരുകൂടി UDFിലേക്ക് വരും. പുതിയ തലമുറ UDFന്റെ കൂടെ നിൽക്കും. ഇനി ഞാനതിന് മറുപടി പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് അത് പറവൂരിലെ ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. എനിക്കറിയാലോ, എന്റെ ഇത്രയും വർഷക്കാലത്തെ തെരഞ്ഞെടുപ്പിനിടയിൽ ഞാൻ 3-4 ദിവസം മാത്രമാണ് പറവൂരിൽ നിന്നത്. എല്ലാവരും പറയും എന്നെ പൂട്ടിയിടുമെന്ന് പറഞ്ഞു. പറവൂര് അവിടെ പൂട്ടിയിടും, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലെന്ന്. പക്ഷെ പൂട്ടിയിടപ്പെട്ടത് മന്ത്രിമാരാ. ഈ തോറ്റ മന്ത്രിമാർ ആരും അവരുടെ നിയോജകമണ്ഡലത്തിന്റെ പുറത്തേക്ക് പോലും ഇറങ്ങിയിട്ടില്ല. ജയിച്ചവരും മുഖ്യമന്ത്രി മാത്രമേ പോയിട്ടുള്ളൂ. അവരെ പൂട്ടിയിട്ടത് ഞങ്ങളാണ്, അവരവരുടെ മണ്ഡലത്തിൽ. എന്തുമാത്രം വിസ്മയങ്ങൾ ഉണ്ടായി തെരഞ്ഞെടുപ്പിന് മുമ്പ്. ഞങ്ങൾ തന്നെ അവസാനിപ്പിച്ചാണ്, ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ലായിരുന്നു. ഒരു സ്റ്റേജ് എത്തിയപ്പോ ഞങ്ങൾ ആലോചിച്ചിട്ട് പറഞ്ഞു ഇനി വേണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ അമ്പലപ്പുഴയിൽ ഒരു വിസ്മയം ഉണ്ടായില്ലേ, തളിപ്പറമ്പിലും പയ്യന്നൂരിലും വിസ്മയം നടന്നില്ലേ? തളിപ്പറമ്പിലും പയ്യന്നൂരും ഒക്കെ നിങ്ങളോടൊരു 3 മാസം മുമ്പ് പറഞ്ഞാൽ നിങ്ങൾ കളിയാക്കില്ലായിരുന്നു. ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾക്ക് ഒരു വർഷമായിട്ട് അറിയാം. ഞാൻ എന്ന് മുതലാണ് വിസ്മയം എന്ന് പറഞ്ഞത് അന്നു മുതൽ ഞങ്ങൾക്കറിയാം അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം. കണ്ണൂരിലെ ജനത എങ്ങനെയാണ് പ്രതികരിച്ചത്? കേരളത്തിലുടനീളം അതുകൊണ്ട് കണ്ണൂരിൽ അത് എവിഡന്റായി അല്ലേ? അമ്പലപ്പുഴയിൽ സുധാകരനെ പോലുള്ള ഒരാളെ ഞങ്ങൾ ഹൃദയപൂർവ്വമാണ് സ്വീകരിച്ചത്, വളരെ അഭിമാനത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. എത്ര വലിയ വിജയമാണ് അദ്ദേഹം നേടിയത്. അല്ല, അത് അവരുടെ തീരുമാനമാണ്. നമ്മൾ പറയില്ല, അവരൊരു മുന്നണിയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ അവരെക്കുറിച്ച് ഒരിക്കലും പറഞ്ഞിട്ടില്ല അവരിങ്ങോട്ട് വരാൻ പോവാണെന്ന്. ഞങ്ങൾ രാഷ്ട്രീയ മര്യാദകൾ കാണിച്ചിട്ടുണ്ട് ഇല്ലേ? അവരപ്പുറത്തൊരു മുന്നണിയിൽ നിൽക്കുമ്പോൾ അവരുടെ വിശ്വാസ്യതയെ തടസ്സപ്പെടുത്തുന്ന ഒന്നും നിന്നിട്ടില്ല. അത് അവരുടെ തീരുമാനമാണ് UDFിലേക്ക് വരണോ വേണ്ടതെന്ന്. ഞങ്ങളുടെ വാതിൽ തുറന്നാണ് വെച്ചിരുന്നത്, പക്ഷെ അവർ വന്നില്ല. അത് അവരുടെ രാഷ്ട്രീയ തീരുമാനം. അതല്ല, അതൊക്കെ പിന്നീട് UDF ഒക്കെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. ഇപ്പൊ അതൊന്നും ഒരു പ്രയോറിറ്റികളിൽ ഇല്ലല്ലോ, മുൻഗണനയിൽ അതൊന്നും ഇല്ല. മാത്രമല്ല, ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന കേരള കോൺഗ്രസ് 8-7 സീറ്റും ജയിച്ചു ഇല്ലേ? അനൂപ് ജേക്കബ് ജയിച്ചത് 45,000 വോട്ടിനാണ്. കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിലെ അനൂപ് ജേക്കബ് ജയിച്ചു അല്ലേ? അപ്പൊ ഞങ്ങൾ ഘടകകക്ഷിയല്ലേ. ലീഗ് എത്ര സീറ്റാണ് ജയിച്ചത്? ഞങ്ങൾ ഘടകകക്ഷികളൊക്കെ ചേർത്ത് പിടിച്ചു. ഘടകകക്ഷി എന്നൊന്നും ഇനി പറയാൻ ആരും സമ്മതിക്കില്ല. ഞാൻ തന്നെ ഇപ്പൊ ഏതെങ്കിലും യോഗത്തിൽ പോയി UDF എന്ന് പറഞ്ഞപ്പോൾ ചൂടാവുകയാണ്. സാർ ടീം UDF എന്ന് പറയാനാ പറഞ്ഞു. ഞാൻ ടീം UDF എന്ന് പറഞ്ഞത് നിലമ്പൂർ ഇലക്ഷന് ശേഷമാണ്. ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ വാക്കും. ടീം UDF എന്ന് പറഞ്ഞിട്ടുള്ളത്, 100-ലധികം സീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്, സെക്യുലർ സ്റ്റാൻഡ് എടുത്തിട്ടുള്ളത്, വിസ്മയങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞതെല്ലാം
ബോധ്യത്തിന്റെ അടിസ്ഥാനത്തില്ല, വേണ്ടാത്തൊരു വാക്കും പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരുപാട് പരിഹസിക്കപ്പെട്ടു. സാരമില്ല, അത് രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന എല്ലാവർക്കും അതൊക്കെ ഉണ്ടാവും. എനിക്ക് അതിൽ സങ്കടമൊന്നുമില്ല. കൊല്ലം പോലെയുള്ള പാർട്ടിക്ക് വലിയ അടിത്തറയും പൊതുജന പിന്തുണയ്ക്കുള്ള ആ രണ്ട് ജില്ലകളിലും ഉണ്ടായിട്ടുള്ള വലിയ തോൽവി ഈ കണക്കുകൾ പറഞ്ഞുള്ള നേരിടുന്നു. അതറിയില്ല, അവരുടെ പ്രതികരണം ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഒരു ന്യായീകരിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, CPM-നെ തോൽപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷെ തോറ്റെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ ഭയങ്കര പാടാണ്. ഇനിയിപ്പോൾ അങ്ങനെ പറയുമെന്ന് എനിക്ക് അറിയില്ല. ഈ തോൽവിക്ക് ശേഷവും അത് അന്ന് ഉപയോഗിച്ച ഒരു വാചകമാണ്, അല്ലേ? ശരിയല്ലേ? അപ്പോഴും ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നിലമ്പൂരത്ത് ഇത്രയും വലിയ തോൽവി ഉണ്ടായിട്ട്. അല്ല, അതിപ്പോ BJP ജയിച്ചു, അവരൊരു രാഷ്ട്രീയ പാർട്ടിയല്ലേ, അവര് പറഞ്ഞാൽ അതൊന്നും അല്ലല്ലോ. അവരിവിടെ കേരളത്തിൽ അധികാരത്തിൽ വരുമെന്നല്ലേ പറഞ്ഞത്. അവർക്ക് നേരത്തെ ഒരു സീറ്റ് ഉണ്ടായിരുന്നു, ഒന്നിലധികം സീറ്റ് കിട്ടി. ഞാൻ പറഞ്ഞല്ലോ, ഇവര് തമ്മിൽ ഒരു ഡീൽ ഉണ്ടായിരുന്നു. അല്ല, ഇവര് തമ്മിലൊരു ഡീൽ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഡീല് അവരുടെ താഴെയുള്ള അണികൾ പൊളിച്ചു കൊടുത്തു. ആ ഡീല് ഞങ്ങൾ പുറത്തു പറഞ്ഞത് ഞങ്ങൾ ബുദ്ധിപൂർവ്വം പറഞ്ഞാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ അജണ്ടയാക്കിയല്ലോ അത്. CPM BJP ഡീല് ഞങ്ങൾ അജണ്ടയാക്കിയത് വെറുതെ അല്ല, അത് മുകളിലെ നേതാക്കന്മാർ തമ്മിലുള്ള ഡീലാണ്. താഴെയുള്ള അവരുടെ അണികള് അത് പ്രാവർത്തികമാക്കാൻ സമ്മതിക്കരുതെന്ന് വിചാരിച്ചാണ് ഞങ്ങളത് ഡീലാക്കിയത്. ഞങ്ങളത് അജണ്ടയിൽ, തെരഞ്ഞെടുപ്പ് അജണ്ടയിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് ഇങ്ങനെ അതൊക്കെ ഓരോ തരംഗമല്ലേ, ഓരോ ഇതല്ലേ, ഓരോ സീറ്റുകളിലുള്ള ഓരോ ഇതല്ലേ. LDF-ന്റെ സീറ്റല്ലേ തോറ്റത്? ഇല്ല, എല്ലാ സീറ്റും LDF-ന്റെ സിറ്റിംഗ് സീറ്റല്ലേ. ഞങ്ങളതൊക്കെ മൂന്നാമത്തെ സ്ഥാനത്തല്ലായിരുന്നു അവിടെ നേരത്തെയും. അല്ല, അത് അല്ല, അങ്ങനെയല്ല. അത് ഒരു ഞാനത് അങ്ങനെ പറഞ്ഞതല്ല. ഞാനത് ഒരു അഹങ്കാരത്തിന്റെ ഭാഷയിലൊന്നും അങ്ങനെ പറഞ്ഞതല്ല. ഒരു അരാഷ്ട്രീയവാദമാണെന്നൊക്കെ പറഞ്ഞു കുറെ പേര്. ഇങ്ങോട്ട് ചോദിച്ചു, വെല്ലുവിളിച്ചു, ജയിച്ചില്ലെങ്കിൽ വനവാസത്തിന് പോകുന്നു. ഞാൻ പറഞ്ഞു, ജയിച്ചില്ലെങ്കിൽ വനവാസത്തിന് പോകുന്നു, ജയിച്ചില്ലെങ്കിൽ റിട്ടയർ ചെയ്യുന്നു. നിങ്ങൾ എന്നോട് എപ്പോഴും ചോദിക്കരുത്. ഞാൻ ഇവിടെ വന്നിരുന്ന് ഉജ്ജ്വലമായ വിജയം, കഴിഞ്ഞ 30 വർഷക്കാലത്തെ ഉജ്ജ്വലമായ വിജയം ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ നേടി ഇവിടെ വന്നിരുന്നപ്പോഴും നിങ്ങൾ ചോദിച്ചു, അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജയിച്ചില്ലെങ്കിൽ വനവാസത്തിന് പോകുന്നു. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? അവസാനത്തെ പത്രസമ്മേളനം വിളിച്ചു കൂട്ടി എന്റെ ജീവിതത്തിലെ, രാഷ്ട്രീയ ജീവിതത്തിലെ. നിങ്ങളോട് പറഞ്ഞ് ഞാൻ റിട്ടയർ ചെയ്യുമെന്ന് പറഞ്ഞു രാഷ്ട്രീയത്തിൽ, അല്ലേ? പറഞ്ഞില്ലേ? ഇതേ കസേരയിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അന്ന് നിങ്ങൾ ചോദിച്ചു, ജയിച്ചിട്ട് വന്നപ്പോഴും ചോദിച്ചു നിങ്ങൾ. അപ്പൊ പറഞ്ഞു അതൊരു തീരുമാനമാണ്. കാരണം ജയിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് നമ്മുടെ പരാജയമല്ലേ, നമ്മളെ ഏൽപ്പിച്ചതല്ലേ കോൺഗ്രസ് നേതൃത്വം. നമ്മളെ പ്രതീക്ഷ അർപ്പിച്ച് നമ്മളെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചതാണ്. നിങ്ങൾ റിസൾട്ട് ഉണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ പ്രതിപക്ഷ നേതാവായി മാഡം സോണിയാഗാന്ധിയെ കാണാൻ ചെല്ലുമ്പോൾ എന്നോട് പറഞ്ഞ വാക്ക്, ഞാൻ എല്ലാവരോടും പറഞ്ഞത് നിങ്ങൾ റിസൾട്ട് ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, എന്റെ വാക്കാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാഡത്തിന്റെ വാക്ക് ഞങ്ങൾ അത് കാത്തു സൂക്ഷിക്കുമെന്ന് പറഞ്ഞു. തിരിച്ച് ഞാൻ മറുപടി പറഞ്ഞു. എനിക്ക് അഭിമാനത്തോടുകൂടി, വാത്സല്യത്തോടുകൂടി എന്നോട് ഇടപെട്ടിട്ടുള്ള ആളാണ് മാഡം സോണിയാഗാന്ധി. അവരോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റി. ഒറ്റയ്ക്കല്ല, ടീമായിട്ടാണ്, എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ടാണ്. ആ ടീം ബിൽഡ് ചെയ്യാൻ പറ്റി, അതിന്റെ ഏകോപനം നടത്താൻ പറ്റി എന്നുള്ളത് മാത്രമാണ് എന്റെ റോള്. എന്റെ റോൾ അതാണ്. അതിൽ ഞാൻ പരാജയപ്പെട്ടിരുന്നെങ്കിൽ അത് എന്റെ പരാജയമാണ്. അതല്ലാതെ വ്യക്തിപരമായി ജയിക്കുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി പരാജയപ്പെട്ട എന്റെ പരാജയം എന്ന് പറഞ്ഞതല്ല. ഇത് ടീമിനെ ബിൽഡപ്പ് ചെയ്ത് ഒരു ലീഡർഷിപ്പ് നിൽക്കുകയല്ലേ UDF-ന്റെ ചെയർമാൻ സ്ഥാനം എന്ന് പറയുന്നതല്ലേ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം. ആ ജോലി അതാണ്, ആ ഉത്തരവാദിത്തം അതാണ്. അതിന് പരാജയപ്പെട്ട പിന്നെ തൂങ്ങിക്കിടക്കുമ്പോ പാടില്ല. അപ്പൊ അല്ല, അത് UDF-ന്റെ ചർച്ചകൾ തുടങ്ങും, വളരെ പെട്ടെന്ന് തന്നെ തുടങ്ങും UDF-ന്റെ ചർച്ചകൾ. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനം തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. അതിനൊരു നടപടിക്രമമുണ്ട്. ആ നടപടിക്രമം ഇന്നോ നാളെയോ കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച് ആ നടപടിക്രമം പൂർത്തിയാക്കി കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവും. ബാക്കി ഘടകകക്ഷികളുമായിട്ട് ആലോചിച്ച് ഇപ്പൊ സീറ്റ് വിഭജനം നടത്തിയപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഒരു വാർത്ത പോലും കിട്ടിയില്ല, ഒരു അപസ്വരം ഉണ്ടായില്ല. ചരിത്രത്തിൽ ആദ്യമായി 140 സീറ്റുകളുടെ വിഭജനം
UDF നടത്തിയപ്പോ ഒരു അവസരവും പോലും ഉണ്ടായില്ല. ഞങ്ങൾക്ക് 3 സീറ്റ് കൂടുതൽ തന്നു ഘടകകക്ഷികൾ. കോൺഗ്രസിന് 3 സീറ്റുകൾ കൂടുതൽ തന്നു ഘടകകക്ഷികൾ, അല്ലേ? തന്നിട്ട് ഒരു അവസരം പോലും ഇല്ലാതെ ചെയ്തു. എല്ലാവരും വർക്ക് ചെയ്തു. ചില കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയൊക്കെ ചില ഘടകകക്ഷികൾ അങ്ങ് ഏറ്റെടുത്തു. ഞങ്ങളുടെ പ്രവർത്തകരെക്കാൾ കൂടുതൽ ആവേശത്തിൽ അവർ വർക്ക് ചെയ്തു പല സ്ഥലത്തും. ഘടകകക്ഷികൾ മത്സരിച്ച സ്ഥലത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അവരെ ചുമലിലേറ്റിതേയിരിക്കുന്നു. അല്ല, അതിലേക്കൊന്നും ചർച്ചയൊന്നും അതിലേക്കൊന്നും ആയിട്ടില്ല. മാത്രമല്ല, അതൊന്നും ഒരു പൊതു ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട കാര്യങ്ങളല്ല. UDF വളരെ ഭംഗിയായി അക്കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് ഗംഭീരമായിട്ട് തീരുമാനിക്കും. ഇല്ല, ആ ചർച്ചയിലേക്ക് പോകേണ്ട കാര്യമില്ല. ആ ചർച്ചയിലേക്ക് പോകരുതെന്ന് പാർട്ടി പറഞ്ഞിട്ടുണ്ട്. അത് ഹൈക്കമാൻഡ്, ദേശീയ പാർട്ടിയാണ് കോൺഗ്രസ്, അതിന് ഹൈക്കമാൻഡിന്റെ ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് അവരത് പ്രഖ്യാപിക്കും. ഞാൻ അതിന്റെ വിശദാംശങ്ങൾ പറയണ്ടല്ലോ, അവര് പ്രഖ്യാപിക്കും. അതിലേക്കില്ല, വളരെ പെട്ടെന്നുണ്ടാവും. അങ്ങനെ വൈകിക്കാൻ പറ്റില്ലല്ലോ ഈ തീരുമാനം.